കഥയുമായാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. കഥയിലേക്ക് പോയാലോ? വട്ടക്കണ്ണടയും ഒറ്റമുണ്ടും കയ്യിൽ താങ്ങായുള്ള വടിയും ബാപ്പുജി എന്ന് കേൾക്കുമ്പോൾ കൂട്ടുകാരുടെ മനസ്സിൽ വരുന്ന രൂപം ഇതല്ലേ? എന്നാൽ ബാപ്പുജി എങ്ങനെയാണ് ഒറ്റമുണ്ടിലേക്ക് മാറിയത് എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അതിന് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കൂട്ടുകാർ കഥ കേൾക്കാൻ തയ്യാറാണോ? 1971 സെപ്റ്റംബർ 20 തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ വെസ്റ്റിമാസി തെരുവിലുള്ള ഉത്തരേന്ത്യൻ വ്യാപാരി റാംജി കല്യാൺജിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ഗാന്ധിജി. തീവണ്ടി യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ വലിയ തലപ്പ ഉൾപ്പെടെയുള്ള പൂർണ്ണ ഗുജറാത്തി വേഷത്തിലായിരുന്നു അദ്ദേഹം. യാത്രക്കിടയിൽ സഹയാത്രികരോട് സംസാരിച്ചിരിക്കെ വിഷയം ഗാന്ധിയെ കുറിച്ചായി. ഖാദി വില കൂടിയ വസ്ത്രമാണെന്നും തങ്ങൾക്കത് അപ്രാപ്യമാണെന്നും കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു. അതുവരെ സ്വന്തം നിലയിൽ നിന്ന് മാത്രമാണ് ഗാന്ധിജി ചിന്തിച്ചിരുന്നത്. കൂടെയുള്ള യാത്രികരുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തറച്ചു നിന്നു. റാംജി കല്യാൺജിയുടെ വീട്ടിലിരിക്കെ ഒറ്റമുണ്ടെടുത്തു പോകുന്ന ഒരു കർഷകനെ ഗാന്ധി പുറത്ത് കണ്ടു. ആ കാഴ്ചയാണ് അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിച്ചത്. ഇത്ര ലളിതമായ വേഷം ധരിക്കാം എന്നിരിക്കെ എന്തിനാണ് ഇത്ര വില കൂടിയ വസ്ത്രങ്ങൾ നാം ധരിക്കുന്നത് എന്ന് ഗാന്ധി ചിന്തിക്കാൻ തുടങ്ങി. ഇനി മുതൽ താനും കർഷക വേഷം മാത്രം ധരിക്കൂ എന്ന് ഗാന്ധി നിശ്ചയിച്ചുറച്ചു. കാമരാജശാലയിൽ നെയ്ത്തുകാരുടെ ഒരു യോഗത്തിൽ വെച്ച് ഗാന്ധി അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചു. അദ്ദേഹത്തിന്റെ ലളിതമായ വേഷധാരണ ശൈലിയാണ് അർത്ഥജ്ഞനായ ഫക്കീർ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ചാർത്തി നൽകിയത്. അന്നത്തെ